വെൽക്കം ബാക്ക് ടു വിദ്യാസ് റസോയ്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മസാല ഇഡലിയാണ്. മസാല ദോശ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്കൊരു മസാല ഇഡലി തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ മസാല ഇഡലിക്കുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒണിയന്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ ലീഫ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ മാത്രം ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നോട്ടെ. ഇതിപ്പോൾ ഒരുവിധം വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശയിലെ ഭാഗത്തുള്ള ഫില്ലിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു യെല്ലോയിഷ് കളറല്ലേ. അപ്പോൾ ഇതിൻ്റേത് പക്ഷേ കുറച്ചൊരു റെഡ് കളറാണ്. നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ എരിവൊന്നും കാണത്തില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പൊട്ടറ്റോയിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇഡലിക്കുള്ള മാവിനകത്തിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളൊക്കെ ഒരുമാതിരി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. മസാല ദോശ പോലെ തന്നെയാണ് മസാല ഇഡലി. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടൊന്ന് വെച്ചേക്കാം. ഒന്ന് ആറി കഴിഞ്ഞിട്ട് എടുക്കാം. ഇവിടെ ഞാൻ 2 ഇഡലി ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത് വലിയ ട്രേ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലാവുമ്പോഴാണ് മസാല ഇഡലി കുറച്ച് വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ മസാല അതിൽ ആറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ട്രേയിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് മാവ് ഒഴിക്കുക. എന്നിട്ട് ഈ ബോൾ പോലെ നമ്മൾ മസാല ഉരുട്ടി വെച്ചിരിക്കുന്ന അതെടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് മാവും കൂടെ ഒഴിച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നല്ല സൂപ്പർ മസാല ഇഡലി റെഡിയായി കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിളല്ലേ? എല്ലാം ഫില്ല് ചെയ്തിട്ട് ഞാനൊന്ന് കാണിക്കാവേ. അപ്പം ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കണ്ടോ, ഇതുപോലെ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ മസാല ഇഡലി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറിക്കോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇഡലിയുടെ ഉൾഭാഗം നിങ്ങൾക്ക് കാണണ്ടേ? നോക്കിക്കേ, ഇങ്ങനെയാണ് ഫില്ലിങ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. മസാല ഇഡലി എല്ലാം റെഡിയാക്കി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. ചട്നി, സാമ്പാറും പിന്നെ ഒരു സുലൈമാനിയും ഉണ്ട്. സുലൈമാനി നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ കേട്ടോ.